ഇവർ പറയുന്നത് പറഞ്ഞാൽ 5000 രൂപ കൊടുത്താൽ 1 കോടി രൂപ കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. 5000 രൂപ കൊടുത്താൽ 1 കോടി കിട്ടുന്നുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഈ പ്രദേശത്ത് ഇതുണ്ട്. ഇതൊരു റീഡിയത്തിൻ്റെ ലോകത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ അടക്കമുള്ള ആളുകൾ മേൽനോട്ടത്തിലാണ് ഈ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സാധാരണക്കാർ മാത്രമല്ല കേട്ടോ, വമ്പൻ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിൽ നിൽക്കുന്ന ആളുകൾ വരെ ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ പരാതി കൊടുത്ത് 2 ദിവസത്തിനുള്ളിൽ എൻ്റെ അടുത്ത് 3 കോടി കൊടുത്ത ആൾ വന്നിട്ടുണ്ട്. പെരുമ്പാവൂർ മൂവാറ്റുപുഴ 50 കോടി കൊടുത്ത ആൾ വന്നു. അതേമാതിരി തന്നെ നമ്മുടെ ഈ ആനന്ദപുരത്ത് 46 ലക്ഷം കൊടുത്ത ആൾ വന്നു. അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും കോടിക്കണക്കിന് രൂപ. ഇപ്പം ഈ പറയണ 500 കോടിയൊന്നും പോരാ, 1000 കോടി അതിന് മേലെ രൂപ ഈ സ്വാമി ഈ റേഡിയത്തിൻ്റെ പേര് പറഞ്ഞ് തട്ടിയിട്ടുണ്ട്. ഈ സ്വാമി ഇപ്പോൾ ഒരു കൂട്ടർ പരാതി കൊടുത്ത ആളുകളൊക്കെ കൈയും കാലം പിടിക്കുക 30-ാം തീയതി വരെ എങ്ങനെയാണ് നിർത്തിയത്, ഞാൻ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞത്. പല ജില്ലകൾ ഇത് മെയിനായിട്ട് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം, ആലപ്പുഴ ഈ 4 ജില്ലകളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ തട്ടിപ്പ് നടന്നിട്ട്. പിന്നെ തമിഴ്നാട് നടന്നിട്ടുണ്ട്, അതേമാതിരി തന്നെ മറ്റു സ്റ്റേറ്റുകളിലും നടന്നിട്ടുണ്ട്. ഈ ആളുകൾ ഇതെങ്ങനെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നത്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ അറിയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എൻ്റെ കടയിലൊരു വൈകുന്നേരം ഞാൻ എവിടേക്ക് പോകുമ്പോൾ നിൽക്കുന്ന മനോജ് എന്ന് പറഞ്ഞൊരു നമ്മുടെ സുഹൃത്തുണ്ട്. അവൻ വന്ന് അവൻ്റെ ജപ്തി നടപടികളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയണത്. അപ്പോഴാണ് അവൻ ഈ പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവന് കോടികൾ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവനോട് ഡോക്യുമെൻ്റ് എടുത്ത് കാണിക്കാൻ പറഞ്ഞപ്പോഴാണ് ഒരു വൈറ്റ് പേപ്പറിൽ 20 രൂപ ഒട്ടിച്ചിരിക്കണം, അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിൽ 10 രൂപ ഒട്ടിച്ചിരിക്കണം. 10 രൂപ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ 10 കോടി എന്നാണ് പറയുന്നത്. 20 രൂപ ഒട്ടിച്ച് കഴിഞ്ഞാൽ 20 കോടി എന്നാണ് പറയുന്നത്. 500 നോട്ട് ഒട്ടിച്ചാൽ 500 കോടി എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ നമ്മൾ വിശ്വസിക്കുക? 500 കോടി 2 സ്റ്റാപ്പിൾ അടിച്ച് അടിയിൽ വെറുതെ ഒപ്പിട്ടിരിക്കണം. ഇത് തട്ടിപ്പെന്ന് ഏത് കുട്ടിക്കറിയാം. നമ്മളെ സംബന്ധിച്ച് ഇതിപ്പോൾ വലിയൊരു വിഷയമാക്കി ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നല്ല. നമുക്ക് ഈ സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കിട്ടണം. അല്ലെങ്കിൽ ഒരുപാട് ആത്മഹത്യകൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ടാവും എന്നുള്ള ഒരു തർക്കമില്ല. എൻ്റെ പേരെന്താ? ഞാൻ ഷാജുട്ടൻ, വാർഡ് 39 കൗൺസിലറാണ് BJP. അനന്തരാവകാശികൾ ഇല്ലാതെ മരിച്ചവരുടെ നിക്ഷേപവും സ്വത്തും കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിൽ പോലീസ് കേസെടുത്തു. തൃശൂർ പെരിഞ്ഞനം സ്വദേശിയായ ഹരിസ്വാമി, സഹോദരി ജിഷ, മാപ്രാണം സ്വദേശി പ്രസീത എന്നിവർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസാണ് കേസെടുത്തത്. 5000 രൂപ മുടക്കിയാൽ 1 കോടി രൂപ വരെ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ഇറിഡിയം ലോഹശേഖരത്തിന്റെ പേരിലും പണം വാങ്ങി പ്രവാസിയായ തൃശൂർ അനന്തപുരം സ്വദേശി മോഹനന് 45 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. ഇവർ പറയുന്നത് പറഞ്ഞാൽ 5000 രൂപ കൊടുത്താൽ 1 കോടി രൂപ കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. 5000 രൂപ കൊടുത്താൽ 1 കോടി കിട്ടുന്നുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഈ പ്രദേശത്ത് ഇതുണ്ട്. ഇതൊരു റീഡിയത്തിൻ്റെ ലോകത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ അടക്കമുള്ള ആളുകൾ മേൽനോട്ടത്തിലാണ് ഈ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സാധാരണക്കാർ മാത്രമല്ല കേട്ടോ, വമ്പൻ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിൽ നിൽക്കുന്ന ആളുകൾ വരെ ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ പരാതി കൊടുത്ത് 2 ദിവസത്തിനുള്ളിൽ എൻ്റെ അടുത്ത് 3 കോടി കൊടുത്ത ആൾ വന്നിട്ടുണ്ട്. പെരുമ്പാവൂർ മൂവാറ്റുപുഴ 50 കോടി കൊടുത്ത ആൾ വന്നു. അതേമാതിരി തന്നെ നമ്മുടെ ഈ ആനന്ദപുരത്ത് 46 ലക്ഷം കൊടുത്ത ആൾ വന്നു. അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും കോടിക്കണക്കിന് രൂപ. ഇപ്പം ഈ പറയണ 500 കോടിയൊന്നും പോരാ, 1000 കോടി അതിന് മേലെ രൂപ ഈ സ്വാമി ഈ റേഡിയത്തിൻ്റെ പേര് പറഞ്ഞ് തട്ടിയിട്ടുണ്ട്. അഖിൽ തൃശ്ശൂരിൽ നിന്ന് വിശദാംശം നൽകും. അഖിൽ, വീണ്ടും വീണ്ടും ഇങ്ങനെ തട്ടിപ്പുകൾക്ക് ഇരയാവാനും നിന്നുകൊടുക്കാനും പണവുമായി നമ്മൾ തയ്യാറായി നിൽക്കുമ്പോൾ പുതിയ പുതിയ തട്ടിപ്പുകാരും പിറവിയെടുക്കുകയാണ്. ഈ ഡെഡ് മണി തട്ടിപ്പിൽ എന്താണ് സംഭവിച്ചത്? എത്ര പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട്? സൈഫു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ എത്ര പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട് എന്ന് ഇനിയാണ് പുറത്തു വരേണ്ടത് എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത് കോടികളുടെ തട്ടിപ്പ് ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആലപ്പുഴ, എറണാകുളം, അതുപോലെ തന്നെ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ടെന്നൊരു വിവരം പോലീസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എത്രമായി കൃത്യമായ കണക്കില്ല. കാരണം പോലീസിന് മുൻപിൽ നിലവിൽ ഇതുവരെ 2 പരാതികൾ മാത്രമാണ് എത്തിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുട പോലീസിന് മുൻപിൽ എത്തിയിരിക്കുന്നത് 2 പരാതികൾ മാത്രമാണ് എന്നുള്ളതാണ്. അതിൽ ഒരാൾക്ക് 61000 രൂപയും മറ്റൊരാൾക്ക് 45 ലക്ഷം രൂപയും അടുത്ത് മാത്രം നഷ്ടമായി എന്നുള്ളതാണ്. അതിൽ കൂടുതൽ ആളുകൾ ഇനിയും പരാതിയുമായി വരുമോ എന്നുള്ള കാര്യമാണ്. കാരണം പലർക്കും ഈ നാണക്കേടും അതുപോലെ തന്നെ ഒക്കെ നാണക്കേടിന് ഭയമുണ്ടാകും. കാരണം ഇപ്പോൾ നിലവിൽ പരാതി നൽകിയിരിക്കുന്ന ഇറിഡിയത്തിന്റെ പേരിൽ ബിസിനസ് നടത്തി ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കപ്പെട്ട മനോജും അതുപോലെ തന്നെ ഈ മോഹനുമാണ് നിലവിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മറ്റുള്ളവർ ഇനിയും പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഈ തരത്തിൽ പണം തട്ടിയിരിക്കുന്നത് ഈ ഡെഡ് മണി, അതായത് ഈ മരിച്ചവരുടെ അനന്തരാവകാശം ഇല്ലാത്തവരുടെയും സ്വത്തുക്കളിൽ നിന്നും പണം കിട്ടുന്ന സ്വത്തുക്കൾ ശേഖരിച്ച് അതിൽ നിന്നുമുള്ള പണം നൽകാമെന്നുള്ള നിക്ഷേപം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിക്ഷേപം സ്വീകരിച്ചെന്നുള്ളതാണ്. അതായത് ഇവരുടെ രീതി എന്ന് പറയുന്നത്
ഒരുപക്ഷെ നമുക്ക് ആ സ്ക്രീനുകളിൽ കാണിക്കാൻ കഴിയും ഒരു വെളുത്ത പേപ്പർ. ആ വെളുത്ത പേപ്പറിന് മുകളിലായിട്ട് 50 രൂപയുടെയും 20 രൂപയുടെയും 100 രൂപയുടെയും 500 രൂപയുടെയും ഒക്കെ നോട്ടുകൾ ഒട്ടിച്ചുകൊണ്ട് അടിയിൽ ഒപ്പിട്ട് നൽകുന്ന ഒരു 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 റെസിപ്റ്റാണ് അവർ നൽകിയത്. ഈ 50 രൂപയുടെ നോട്ട് എന്ന് പറഞ്ഞാൽ 50 രൂപയുടെ നോട്ടുള്ള ആ റെസിപ്റ്റ് ഉള്ള ആൾക്ക് 50 കോടി രൂപ ലഭിക്കും, 20 രൂപയാണെങ്കിൽ 20 കോടി രൂപ ലഭിക്കും. അങ്ങനെ അത്തരത്തിലാണ് ഇവർ ഈ ഒരു റെസിപ്റ്റ് നൽകുന്നത്. നമുക്ക് ആലോചിച്ച് നോക്കണം, ആ ആളുകൾ വിശ്വസിച്ച് പോകുന്നത്. അതായത് ഒരു 50 രൂപയുടെ നോട്ട് ഒരു വെള്ള പേപ്പറിൽ ഒട്ടിച്ചുകൊണ്ട് റെസിപ്റ്റ് നൽകുമ്പോൾ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് 50 കോടി തിരികെ ലഭിക്കുമെന്ന് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ആൾ വിശ്വസിച്ചു പോകുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വ്യാപകമായ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പെരിഞ്ഞനം സ്വദേശികളായിട്ടുള്ള 3 പേർക്കെതിരെയാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ പരാതി